പീരിയഡ്സ് അല്ലേ, എല്ലാ സ്ത്രീകൾക്കും വരുന്നതല്ലേ. ഇതിനിപ്പോൾ എന്നെ ഇത്ര മലമറിക്കാനിരിക്കുന്നത്? അത് വന്നു കഴിഞ്ഞ് പോകും. അതിനിപ്പോൾ എന്താ ഇത്ര ഓവറായിട്ട് സ്നേഹിക്കാൻ, അല്ലെങ്കിൽ അതിനിപ്പോൾ എന്തിനാ ഇത്ര ആയിട്ട് കെയർ ചെയ്യണേ? അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ കുറേ നാൾ കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കാണാതിരുന്നപ്പോൾ 1-2 പേരൊക്കെ എന്നെ തിരക്കി വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്ത, എന്തു പറ്റി, ചാനൽ നിർത്തിയോ, എന്താണ് കാര്യം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊന്നുമല്ല, എൻ്റെ ചാനലും കാര്യങ്ങളും ഒന്നും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോയത്. അതിന് തന്നെ സോറി ചോദിക്കണോ. ബിസി ആയത് വേറൊന്നുമല്ല, ഇപ്പൊ ഞാനുള്ളത് എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ UAE-യിലാണ്. എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ വഴി അറിയിക്കുന്നതായിരിക്കും. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് എൻ്റെ തംബ്നെയിൽ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നും പറഞ്ഞാണ് ഞാൻ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത് എന്താണോ, എന്തിനെ പറ്റിയാണോ ഒന്നും ഞാൻ അതിൽ കൊടുത്തിട്ടില്ല. അതിന്റെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കാണട്ടെ എന്ന് കരുതി മാത്രമാണ്. ഞാനിപ്പോ എന്തിനെ പറ്റിയാണ് പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരിയഡ്സ് എന്നതിനെ പറ്റിയാണ്. എന്താണ് പീരിയഡ്സ്, അത് എപ്പോഴൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കണോ ഒന്നും ചെയ്യുന്നില്ല. എനിക്കിന്ന് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ബോയ്സിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് പീരിയഡ്സ് ആവുന്നതും അത് എപ്പോഴൊക്കെയാണോ, മൂലവരെ എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു പരിധിവരെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പോലും ചിലവർക്ക്, ഞാൻ എല്ലാവരും അല്ല പറയണത്, ചിലവർക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല. കാരണം അവർക്കറിയാം പീരിയഡ്സ് ഉണ്ടെന്നറിയാം, പീരിയഡ്സ് സ്ത്രീകളിൽ ഉണ്ടാവുമെന്നറിയാം, അത് ഇത്ര ദിവസം ഉണ്ടാവുമെന്നറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു പീരിയഡ്സ് ആയിരിക്കുന്ന ഒരു സ്ത്രീയോട് കാണിക്കേണ്ട, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അത് ചെയ്യുന്നവരുമുണ്ട്, എന്നാൽ ഒട്ടും കൊടുക്കാത്തവരുമുണ്ട്. സോ അങ്ങനെയുള്ളവരിലേക്ക് എനിക്ക് ചില കാര്യങ്ങൾ എത്തിക്കണമെന്ന് തോന്നിയിട്ടാണ്. എനിക്ക് ഇതിനെപ്പറ്റി വളരെ വലുതായിട്ടൊന്നും പറയാനൊന്നും അറിയത്തില്ല. സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണം. വേറൊരു കാരണം കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറയണ കാര്യങ്ങൾ ശരിയാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കേണ്ടത്. പീരിയഡ്സ് ആയിരിക്കുന്ന സ്ത്രീകളിൽ പെട്ടെന്നായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും അവരിൽ മാറ്റങ്ങൾ വന്നു പോകുന്നത്. ഇപ്പം ചിരിച്ചിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാൾ ഞാൻ എന്തിനാ ദേഷ്യപ്പെട്ടേ എന്ന് പോലും അറിയാതെ അവർ അടുത്ത സെക്കൻഡിൽ ചിരിക്കുന്നത് കാണാം. ചിലവർക്ക് ഫുഡിനോട് ഒരുപാട് ഇഷ്ടം തോന്നാം. ചിലപ്പോൾ അവർ കഴിക്കില്ലാത്ത ഫുഡ് പോലും ആ സമയത്ത് ചിലവർക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നും. ചിലപ്പോൾ ചിലവർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ആ സമയങ്ങളിൽ ചിലപ്പോൾ വേണ്ട എന്നൊക്കെ തോന്നും. ചിലവർ ചോക്ലേറ്റ് ഒരുപാടായിട്ട് കഴിക്കുന്നവരുണ്ടാവും, ജ്യൂസ് കുടിക്കുന്നവരുണ്ട്. അങ്ങനെ പലവർക്കും പല രീതികളിലാണ് ഈ സമയങ്ങളിൽ അവർ കടന്നു പോകുന്നത്. സ്ത്രീകൾ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ആവശ്യം അവരുടെ കൂടെ നിൽക്കുന്ന ആരുമായിക്കോട്ടെ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു കെയർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പീരിയഡ്സിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളിൽ എല്ലാവരും ഞാൻ പറയണില്ല, ചിലവരുടെ കെയർ ഒരു രീതിയിലും അവരെ ഒന്ന് ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ പീരിയഡ്സ് അല്ലേ, എല്ലാ സ്ത്രീകൾക്കും വരുന്നതല്ലേ, ഇതിനിപ്പോൾ എന്നെ ഇത്ര മലമറിക്കാനിരിക്കുന്നത്? അത് വന്നു കഴിഞ്ഞ് പോകും. അതിനിപ്പോൾ എന്താ ഇത്ര ഓവറായിട്ട് സ്നേഹിക്കാൻ, അല്ലെങ്കിൽ അതിനിപ്പോൾ എന്തിനാ ഇത്ര ആയിട്ട് കെയർ ചെയ്യണേ? അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം അവർ ഈ വേദനയെല്ലാം സഹിക്കുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടി തന്നെയാണ്. അതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ. പീരിയഡ്സ് വരുന്ന സമയങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പലവർക്കും പല രീതിയിലാണിത്. നല്ല പെയിൻ എടുക്കുന്നവരുണ്ടാവാം, ഒരു 1 വീക്കിന് മുന്നേ തന്നെ നല്ല പെയിനും കാര്യങ്ങളും അനുഭവിക്കുന്നവരുണ്ടാവും. എന്നാൽ പീരിയഡ്സ് ആവുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ വേദന വരുന്നവരുണ്ടാവും. എന്നാൽ ഈ പീരിയഡ്സ് വന്നത് പോലെ പെയിൻ ഇല്ലാതെ ഇത് കഴിഞ്ഞു പോകുന്നവരുണ്ട്. അപ്പൊ പലവർക്കും പല തരത്തിലാണ്.
സോ പീരിയഡ്സ് ആയിരിക്കുന്ന വൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്. അവർ ഇത്രയും പെയിൻ എടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു വാക്ക്, നിനക്ക് പെയിൻ കുറഞ്ഞോ, ഇപ്പൊ എങ്ങനെയുണ്ട്, നല്ല പെയിൻ ഉണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതോടുകൂടി അവർ ആ പെയിൻ പോലും മറന്നു പോകും. ഞാൻ ഇത് വെറുതെ പറയണല്ല. നിങ്ങളുടെ വൈഫിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോടോ നിങ്ങളുടെ ആരോടാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഒരു തവണ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നവരുണ്ടാവും, എല്ലാവരും ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഇതൊന്നും അത്ര വലിയ കാര്യമല്ല, അത് വിടുന്നവരും നമുക്കിടയിലുണ്ട്. അവർ ഈ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് പോലും വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവർ വീട്ടിൽ ചുമ്മിരിക്കുമല്ലോ. അവർ വീട്ടിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളും, ഒരു വീട്ടിലെ മുഴുവൻ പണി ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമല്ലെങ്കിൽ പോലും അവരാ ചെയ്യുന്ന പണി അതെന്തുമായിക്കോട്ടെ അതിനൊരു എഫേർട്ട് ഉണ്ട്. എത്ര സ്ത്രീകളാണെന്നറിയോ ഈ പീരിയഡ്സ് ആയിട്ട് ഇരുന്നിട്ട് പോലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായ രീതിയിൽ ചെയ്യുന്നത്. അവർക്ക് വേണമെങ്കിൽ അയ്യോ എനിക്ക് പീരിയഡ്സ് ആയി, എനിക്ക് വയ്യ എന്നും പറഞ്ഞാൽ അവർക്ക് കിടക്കാം. നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് തരണം, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, ഇതൊക്കെ അവർ ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും മറു സൈഡിൽ അവർ അനുഭവിക്കുന്ന പെയിൻ അതൊരിക്കലും നിസ്സാരമല്ല. നിസ്സാരമായിട്ട് ആരും കാണുകയും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് എന്നിട്ട് പീരിയഡ്സ് ആയിരിക്കുമ്പോൾ മാത്രം ഇത് ചെയ്യാനും കാണിക്കാനും അല്ലാട്ടോ പറയണത്. അല്ലാത്തപ്പോഴും അവരെ ഒന്ന് കെയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു റിലീഫ് എന്തുമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇനി പീരിയഡ്സിന്റെ സമയത്തെങ്കിലും ഇതൊരു പീരിയഡ്സ് അല്ലേ, ഇതെല്ലാ സ്ത്രീകളിലും വരുന്നതാണെന്നും പറഞ്ഞ് നിങ്ങളത് കണ്ടില്ല എന്ന് ഒരിക്കലും നടിക്കരുത്. ഒന്ന് അവരുടെ അടുത്ത് ചെന്നിരുന്ന് അവർക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർക്കിപ്പോൾ അവരുടെ മനസ്സിലുള്ളത്. നല്ല പെയിൻ ആണെങ്കിൽ ആ വയറൊക്കെ ഒന്ന് തടവി കൊടുത്ത് അവരുടെ കാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ഫുഡിനോട് എന്തെങ്കിലും പെട്ടെന്നൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതൊന്നും മേടിച്ചു കൊടുക്കുക. എല്ലാവർക്ക് സംസാരിച്ചാൽ മാത്രം മതിയാവും. എൻ്റെ പാർട്ട്ണറിനോട് ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും എന്നറിയോ? ഒരു 5 മിനിറ്റ്. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ എന്തോരം ടൈം എന്തിനൊക്കെ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നവർ, നമ്മളെ അത്രയും സ്നേഹിക്കുന്ന, ലൈഫിൽ എന്നും ഉണ്ടാവേണ്ട ഒരാൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരുടെ അടുത്തൊക്കെ ചെന്നിരുന്ന് അവർക്ക് എന്താണ് പ്രശ്നം, നീ എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സമയത്ത് അവരനുഭവിക്കുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. ചിലപ്പോൾ ഇതൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ടാവാം, ഏറ്റവും നല്ല രീതിയിൽ അവരുടെ പാർട്ട്ണർ അവരെ കെയർ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഇതൊന്നും കിട്ടാത്ത പെൺകുട്ടികളും ഉണ്ടാവും. അത് വൈഫാവാം, ഗേൾ ഫ്രണ്ട് ആവാം, ആരുമാവാം. ഇത് ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നെയിമും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. അപ്പം ഞാനിവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം ഞാൻ അവളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു എന്നെ അവൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ വിശേഷാടി അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ലാടി എനിക്കിപ്പോൾ പീരിയഡ്സിൻ്റെ ടൈമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഓക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടോ, കാരണം എൻ്റെ ഫ്രണ്ട്, ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്കറിയാം. അപ്പം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു നിനക്ക് നല്ല പെയിൻ ഉണ്ടോ, അപ്പം നീ എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും കുടിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു പീരിയഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ഞാനൊക്കെ ഒരുപാട് കൊതിക്കുന്ന ഒരു കാര്യം എൻ്റെ ഇക്ക എൻ്റെ അടുത്തൊന്ന് ഇരുന്ന് എന്നോടൊന്ന് സംസാരിച്ചെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് ഇന്ന് വരെ അത് കിട്ടിയിട്ടില്ല. എനിക്കതിൽ നല്ല സങ്കടമുണ്ട്. ഇപ്പം എനിക്ക് പീരിയഡ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് നല്ല വയറുവേദനയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പറയും ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ല, അതിനിപ്പോൾ എന്താ, അതൊക്കെ വന്നു പോകുമെന്ന് പറയും. അവരനുഭവിക്കുന്ന ഒരു പെയിൻ എന്തുമാത്രം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഈ വേദന സഹിക്കുന്നത് നിങ്ങൾക്കും കൂടിയും വേണ്ടിയാണ്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് 2 കുഞ്ഞുങ്ങളുടെ ഉമ്മയും കൂടിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവൾ ഈ വേദനയും കാര്യങ്ങളും ഒക്കെ സഹിച്ച് ഈ കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകി ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ അവൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അറിഞ്ഞു കൊടുക്കുന്നതും പിടിച്ചു വലിച്ചു മേടിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഞാൻ എല്ലാ ബോയ്സിനെയും ഒരിക്കലും കുറ്റം പറയുന്നതല്ല. ഇത് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ആരും കാണുകയും ചെയ്യരുത്. ഇതൊക്കെ ഇതിൻ്റെതായ രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന ബോയ്സും ഉണ്ടാവാം. ഞാൻ എല്ലാവരെയും അല്ല പറയണത്, പക്ഷെ ഇത് ചെയ്യാത്തവരും ഉണ്ട്. അപ്പൊ നിങ്ങൾക്കിപ്പോൾ വിചാരിക്കാം ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ല, ഈ പെണ്ണിന് ഇതൊക്കെ വന്ന് പറയണത്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, നീ പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നും പറഞ്ഞ് എൻ്റെ വീഡിയോ എല്ലാവരും കാണണമെന്നുമില്ല. എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ട്
തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാറ്റും എന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷേ ഞാൻ ഈ പറയണ കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ മനസ്സുകൊണ്ട് കേട്ടിട്ട് ഞാൻ ഇത്രയും നാളും ചെയ്തത് തെറ്റാണല്ലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വൈഫിനോട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനോട്, അതും അല്ലെങ്കിൽ ആരോടും ആയിക്കോട്ടെ ഞാൻ കാണിക്കാൻ പാടില്ലായിരുന്നല്ലോ എന്നൊരു ചിന്ത തോന്നിയിട്ട് അവരാരെങ്കിലും അത് തിരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ വിജയം. ഒരായുസ് മൊത്തം നിങ്ങളുടെ കൂടെ ജീവിക്കേണ്ട നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വേറെ ആരെ സ്നേഹിച്ചിട്ടും അതിൽ കാര്യമില്ല. പീരിയഡ്സിനെ പറ്റി ഓവറായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അതിങ്ങനെ അങ്ങനെ ഇതാന്നൊന്നും പറയാൻ ഞാനില്ല. കാരണം ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയാണ്. പക്ഷെ ഒന്ന് ഞാൻ വീണ്ടും പറയാ, ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആ ഒരു ടൈമിൽ അവർക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് അവർ അർഹിക്കുന്നുണ്ട്, അത് കൊടുക്കാൻ നിങ്ങൾക്ക് കടമയുണ്ട്. സ്നേഹത്തോടുള്ള ഒരു വാക്ക്, സ്നേഹത്തോടൊരു നോട്ടം തന്നെ സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ ധാരാളമായിരിക്കും. നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് എല്ലാവരും മാറുമെന്നൊന്നും എനിക്ക് ഒരു തോന്നലില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തൊട്ടിട്ട് നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണ്, ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാന്ന് തോന്നുവാണെങ്കിൽ അത് തിരുത്താൻ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ വേറൊന്നും ഞാൻ കൂടുതലായിട്ട് പറയണില്ല. ആരെങ്കിലും ഞാൻ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി ചോദിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്നത്തേക്ക് മാത്രം ബൈ.